ബി.ജെ.പിയുടെ നെറികെട്ട കളി കണ്ട് നേതാക്കൾ കട്ടക്കലിപ്പിലാണ്. മാണ്ഡ്യ ലോക്സഭാ സീറ്റ് ജെ.ഡി.എസിന് നൽകാനുള്ള ബി.ജെ.പി നീക്കത്തിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച് സിറ്റിംഗ് എം.പിയും നടിയുമായ സുമലത അംബരീഷ് വന്നത് ഈ കലിപ്പിന്റെ ബാക്കിയാണ്. നേരത്തെ മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ പിന്തുണയോടെ സ്വതന്ത്രയായിട്ടായിരുന്നു സുമലത ഇവിടെ വിജയിച്ചത്. ഇത്തവണയും മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള നീക്കത്തിലാണവർ. എന്നാൽ ജെ.ഡി.എസുമായി സഖ്യത്തിലെത്തിയ ബി.ജെ.പി മണ്ഡലം ഇക്കുറി ജെ.ഡി.എസിന് നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരത്തിന് വഴിയൊരുങ്ങിയ മണ്ഡലമായിരുന്നു മാണ്ഡ്യ. സ്വതന്ത്ര അംഗമായ അംബരീഷിന്റെ മരണത്തോടെ അദ്ദേഹത്തിന്റെ ഭാര്യയായ സുമലത തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. തുടക്കത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടായിരിക്കും മത്സരം എന്ന് വിലയിരുത്തപ്പെട്ടെങ്കിലും അവർ സ്വതന്ത്രയായി മത്സരിക്കാൻ തീരുമാനിച്ചു. ജെ.ഡി.എസിന് വേണ്ടി മുൻ മുഖ്യമന്ത്രി കുമാരസ്വാമിയുടെ മകനായ നിഖിൽ കുമാരസ്വാമിയായിരുന്നു മത്സരിച്ചത്. അന്ന് സുമലതയ്ക്ക് ബി.ജെ.പി നിരുപാധിക പിന്തുണ നൽകി. വലിയ ഭൂരിപക്ഷത്തോടെയായിരുന്നു ഇവിടെ അവർ വിജയിച്ചു കയറിയത്. ഇതോടെ അവർ ബി.ജെ.പിയുമായി അടുത്തു. പലപ്പോഴും ബി.ജെ.പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെയും അവർ ബി.ജെ.പിയിൽ ഔദ്യോഗികമായി ചേർന്നിട്ടില്ല എന്നതാണ് സത്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അവർ ബി.ജെ.പി അംഗത്വം എടുത്തേക്കുമെന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണയും അവർ സ്വതന്ത്രയായി മത്സരിക്കണമെന്ന ആവശ്യമാണ് അനുയായികൾ ഉയർത്തുന്നത്. ഇതിനിടയിലാണ് എൻ.ഡി.എയിൽ സീറ്റ് ജെ.ഡി.എസിന് നൽകാനുള്ള ബി.ജെ.പിയുടെ നീക്കം വന്നത്. ഈ സാഹചര്യത്തിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ബി.വൈ. വിജയേന്ദ്രയുമായി അവർ കൂടിക്കാഴ്ച നടത്തി. അതിനിടെ ഇപ്പോഴത്തെ അതൃപ്തിയുടെ പശ്ചാത്തലത്തിൽ സുമലതയെ പാർട്ടിയിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസും ആരംഭിച്ചു കഴിഞ്ഞു. സുമലത കോൺഗ്രസിലെത്തിയാൽ അത് തങ്ങളെ സംബന്ധിച്ച് വലിയ നേട്ടമായിരിക്കുമെന്നാണ് നേതൃത്വം കരുതുന്നത്. ജെ.ഡി.എസിന് വലിയ സ്വാധീനമുള്ള വൊക്കലിംഗ വിഭാഗത്തിന്റെ ശക്തി കേന്ദ്രമാണ് മാണ്ഡ്യയെങ്കിലും കന്നഡ സൂപ്പർ സ്റ്റാർ ആയിരുന്ന അംബരീഷിനോട് വലിയ സ്നേഹം ഈ സമുദായം പുലർത്തുന്നുണ്ട്. ഇത് മുതലെടുത്ത് മാണ്ഡ്യ ഉറപ്പിക്കാമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. അതേസമയം കോൺഗ്രസ് അത്തരമൊരു നീക്കം നടത്തിയാൽ ബി.ജെ.പിയെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടി തന്നെയാകും. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രതിസന്ധി വലിയ തർക്കങ്ങളിലേക്ക് നീങ്ങാതെ പരിഹരിക്കാനായിരിക്കും ബി.ജെ.പിയുടെ നീക്കം. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാണ്ഡ്യയിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു അവർ വിജയിച്ചു കയറിയത്. 2019 തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി പിന്തുണയോടെ മത്സരിച്ച സുമലത മുൻ മുഖ്യമന്ത്രി എച്ച്.ഡിയുടെ മകൻ നിഖിൽ കുമാരസ്വാമിയെയായിരുന്നു പരാജയപ്പെടുത്തിയത്. സീറ്റിനായി സുമലത കോൺഗ്രസിനെ സമീപിച്ചിരുന്നെങ്കിലും സഖ്യധാരണ പ്രകാരം സീറ്റ് കോൺഗ്രസ് ജെ.ഡി.എസിന് നൽകുകയായിരുന്നു അന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ താൻ വിശ്വസിക്കുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു സുമലത ബി.ജെ.പിക്കുള്ള പിന്തുണ അന്ന് പ്രഖ്യാപിച്ചത്. 200-ലധികം തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള സ്വതന്ത്ര ലോക്സഭാ എം.പി സാങ്കേതിക കാരണങ്ങളാൽ തനിക്ക് ബി.ജെ.പിയിൽ ചേരാൻ കഴിയില്ലെന്നും എന്നാൽ പാർട്ടിയെ പിന്തുണയ്ക്കുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ബി.ജെ.പിയുടെ പുതിയ തീരുമാനം സുമലതയെ കോൺഗ്രസിനോട് അടുപ്പിക്കുകയാണ്.